ടീം ആറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2025 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിനേഷനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യം, 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? സാധിക്കാത്ത സംഖ്യകളുടെ തുകയാണ്. സോ അപ്പൊ 100-നും 200-നും ഇടയിലുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചിട്ട് 9 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന സംഖ്യകളുടെ തുകയും കണ്ടുപിടിച്ച് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ അതാവും 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. അപ്പൊ 100-നും 200-നും ഇടയിലുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ 101 അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 191 അപ്പൊ മൊത്തം എത്ര നമ്പറുകൾ ഉണ്ടാവും? n is equal to 199 മൈനസ് 101 ഡിവൈഡ് ബൈ 1 പ്ലസ് 1. അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. കാരണം 101 മുതലുള്ള എണ്ണൽ സംഖ്യകളാകുമ്പോൾ അതെന്താണ്? അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കിട്ടുക. അതിന്റെ കോമൺ ഡിഫറൻസ് ഒന്നാണ്. ഇങ്ങനെ കിട്ടിയത് n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. 199 101 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 98 കിട്ടും. 98 ബൈ 1 എന്ന് പറയുമ്പോൾ 98 പ്ലസ് 1 99 ടേംസ് അത് കിട്ടും. അപ്പൊ ആ ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാം. സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സോ അങ്ങനെയാണെങ്കിൽ n/2 എന്ത് വരും? n എന്ന് പറയുന്നത് 99 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 101, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 199. സോ 101 ഇൻറ്റു 101 പ്ലസ് 199 എന്ന് പറയുമ്പോൾ 300 ഇൻറ്റു 99 ഡിവൈഡ് ബൈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 150 ഇൻറ്റു 950 എന്ന് കിട്ടും. 150 ഇൻറ്റു 99 എന്ന് പറയുമ്പോൾ 14850 എന്ന് കിട്ടും. 14850 കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ എന്താ? 9 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാം. 100-നും 200-നും ഇടയിൽ 9 കൊണ്ട് ഹരിക്കാവുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 108 അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 198. സോ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഓരോ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 9 ആയിരിക്കും. കാരണം 108-ന് ശേഷം അടുത്ത 9 ഹരിക്കാൻ സംഖ്യ 117. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് കിട്ടും. ലാസ്റ്റ് ടേം 198, ഫസ്റ്റ് ടേം 108 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 9 പ്ലസ് 1. 108-ൽ നിന്ന് 198 കുറച്ചാൽ 90 ഡിവൈഡ് ബൈ 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 1 11 ടേം എന്ന് കിട്ടും. നമുക്ക് സം ഓഫ് ദ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാം? 11 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 108, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 198. 108 പ്ലസ് 198 ഇൻറ്റു 11 ബൈ 2. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1683 എന്ന് കിട്ടും. അപ്പം 14850-ൽ നിന്ന് 1683 കുറയ്ക്കുമ്പോൾ 14850-ൽ നിന്ന് 1680 കുറയ്ക്കുമ്പോൾ നമുക്ക് 13167. സോ അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു വൃത്തത്തിന്റെ വൃത്തപരിധിയും ചുറ്റളവ് അതുപോലെ പരപ്പളവ് വിസ്തീർണവും തുല്യമായാൽ അതിന്റെ വ്യാസം എത്ര? സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2πr. ചുറ്റളവ് ഈക്വൽ ടു പരപ്പളവ് ഈക്വൽ ടു πr². അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു പയ്യും ഈ പയ്യും ക്യാൻസൽ ചെയ്ത് കളയാം. ഒരാറും ക്യാൻസൽ ചെയ്യാം. ദെർഫോർ റേഡിയസ് ഈക്വൽ ടു 2. റേഡിയസ് 2 ആണെങ്കിൽ അഥവാ ആരം 2 ആണെങ്കിൽ വ്യാസം അഥവാ ഡയമീറ്റർ വിൽ ബി ഈക്വൽ ടു 2r. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ക്ലോക്കിലെ മിനിറ്റിന് 5 സെന്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എത്ര? സോ ബേസിക്കലി ഒരു മിനിറ്റ് സൂചിയെ സംബന്ധിച്ചിടത്തോളം മിനിറ്റ് സൂചി 1 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. അതായത് 60 മിനിറ്റിൽ 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. കറക്റ്റാ? ഇവിടെ 6:05 മുതൽ 6:40 വരെ 35 മിനിറ്റ് ഉണ്ട്. 60 മിനിറ്റിൽ 360 ഡിഗ്രി കവർ ചെയ്യുമെങ്കിൽ 35 മിനിറ്റിൽ 360 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 35. സോ ഇത് ക്യാൻസൽ ആയിപ്പോയി. 36 ഇൻറ്റു 35 210 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ എത്രയാണ്? 210 ഡിഗ്രി ആയിരിക്കും ഈ പറയപ്പെടുന്ന ടോട്ടലിന്റെ. അതേ ടോട്ടൽ ആയിട്ടുള്ള 360 ഡിഗ്രിയുടെ 210 ഡിഗ്രി ആയിരിക്കും 6:05 മുതൽ 6:40 വരെ എന്ത് മിനിറ്റ് സൂചി കവർ ചെയ്തിരിക്കുന്നത്. അതായത് 210 അപ്പോൾ 360 ആയിരിക്കും അത് സഞ്ചരിച്ച ദൂരം. ഇനി ക്ലോക്കിന്റെ മിനിറ്റ് സൂചിയുടെ നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മളൊരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതിന്റെ പരപ്പളവ് എത്ര വരും? പരപ്പളവ് അഥവാ അതിന്റെ
നമ്മൾ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് മീൻസ് പൈ ആർ സ്ക്വയർ. അപ്പം അതായത് ഏരിയ വിൽ ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ദറ്റ് ഈസ് 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 5 × 5. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഈ പറയപ്പെടുന്ന പരപ്പളവ് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് സർക്കിൾ ഫില്ല് ചെയ്യുമ്പോഴാണ്. പക്ഷെ 6:5 മുതൽ 6:40 വരെ 210 ഡിഗ്രിയെ കവർ ചെയ്തിട്ടുള്ളൂ. മൊത്തം എത്രയുണ്ട്? മൊത്തം കംപ്ലീറ്റ് ചെയ്യണം 360 ഡിഗ്രി. അതിനകത്ത് 210 ഡിഗ്രിയെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ഇൻറ്റു 210/360 എഴുതാനായിട്ട് പറ്റും. 0 ക്യാൻസൽ ആയിപ്പോയി. നമ്മൾ ഇതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 7 3 21, 12 3 36, 7 7 ക്യാൻസൽ ആയിപ്പോയി. 22-നെയും 12-നെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 6 കിട്ടും, ഇവിടെ 11 കിട്ടും. 6 കിട്ടും, 11. സോ ഇവിടെ നമ്മൾ ബാക്കി നോക്കിയാൽ 11 × 5 55, 55 × 5 275, 275 ഡിവൈഡ് ബൈ 6, 275 ഡിവൈഡ് ബൈ 6. അപ്പൊ എന്ത് കിട്ടും? 6 4 24, ശിഷ്ടം 3 35, IR 30, ശിഷ്ടം 5. സോ ഇടും. ദെൻ 50 എടുത്താൽ 6 8 48. സോറി 5 റിമൈൻഡർ എടുത്ത് നമുക്ക് എഴുതാം 45 5/6 എന്ന് എഴുതാം. 45 5/6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 45 5/6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. അതായത് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു മിനിറ്റ് സൂചിയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കവർ ചെയ്യും. ഇവിടെ മൊത്തം എത്ര മിനിറ്റേ ഉള്ളൂ? 35 മിനിറ്റേ ഉള്ളൂ. 35 മിനിറ്റ് കൊണ്ട് 210 ഡിഗ്രിയെ കവർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 210 അപ്പോൾ 360. അപ്പൊ ടോട്ടൽ ഏരിയയുടെ 210 അപ്പോൾ 360 ആയിരിക്കും നമുക്കിവിടെ റിക്വയർഡ് ആയിട്ട് വരുന്ന പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? n ഒരു എണ്ണൽ സംഖ്യയായാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം n ഒരു എണ്ണൽ സംഖ്യ, എന്നിന്റെ വാല്യൂ 2 കൊടുത്ത് എന്ത് കിട്ടും? 2ന്റെ ക്യൂബ് 8, 8 - 2 6, 6ന്റെ മൾട്ടിപ്പിൾ. എന്നിന്റെ വാല്യൂ 3 കൊടുത്ത് 2ന്റെ ക്യൂബ് 27, 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 27 ൽ 9 പോയാൽ 18. സോ 18 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ. സോ വർക്കാവും. ദെൻ n ഒരു എണ്ണൽ സംഖ്യയായാൽ 12n ന്റെ ഒറ്റ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. 12ന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന എത്രയാണ്? 2 ആണ്. സോ മറ്റൊരു 12 × 12 എടുത്ത 2 × 2 യൂണിറ്റ് പ്ലേസിൽ 4 വരാം. അടുത്തൊരു 2 വരുമ്പോൾ എന്താണ്? 4 × 2. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരാം? 8 വരാം. വീണ്ടും × 2 യൂണിറ്റ് പ്ലേസിൽ 6 വരാം. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് പ്ലേസിൽ 2 വരാം. കാരണം എന്താണ്? ഫസ്റ്റ് വരുന്ന 2 × 2 4 വരാം. 4 × 2 8 വരാം. 8 × 2 16, യൂണിറ്റ് പ്ലേസിൽ 6 വരാം. 6 × 2 12, യൂണിറ്റ് പ്ലേസിൽ 2 വരാം. സോ അപ്പോൾ നമുക്ക് മനസ്സിലാവും യൂണിറ്റ് പ്ലേസിൽ വരാവുന്നത് 2 4 8 6 2 ആണ്. അല്ലാതെ 5 0 വരത്തില്ല. കാരണം നമ്മൾ ഇത് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സീക്വൻസ് കണ്ടിന്യൂസ് ആയി പോകും നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ എന്താണ്? 0 5 യൂണിറ്റ് പ്ലേസിൽ അല്ലെ ഒറ്റയുടെ സ്ഥാനത്ത് വരത്തില്ല. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൂടി നമുക്ക് നോക്കാം. n ഒരു ഒറ്റ സംഖ്യയായാൽ n² - 1നെ 8 കൊണ്ട് ഹരിക്കാം. n ഒരു ഒറ്റ സംഖ്യയായാൽ ഫോർ എക്സാമ്പിൾ n എന്ന് പറയുന്നതിന് 3 എന്ന് കൊടുത്താൽ 3² - 1, അതാണ് n² - 1, 3² 9 - 1 = 8, 8ന്റെ മൾട്ടിപ്പിൾ ആണ്. n എന്ന് പറയുന്നത് 5 ആയാൽ 5² is 25, 25 - 1 is 24, 24 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഒരൊറ്റ സംഖ്യയുടെ വർഗ്ഗം, അതായത് ഏതെങ്കിലും ഒരൊറ്റ സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 4m+ രൂപത്തിൽ എഴുതാം. m ഒരു എണ്ണൽ സംഖ്യയാണ് എങ്കിൽ. ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ എഴുതിക്ക് 1, 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 4 × 0 + 1 എന്ന് എഴുതാം. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 4 × 2 8, 8 + 1 എന്ന് പറയുന്നത് 9. 5 എടുത്ത് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25, 4 × 6 24 + 1 is 25. സോ ഏത് ഒറ്റ സംഖ്യയുടെ വർഗ്ഗത്തെ വേണമെങ്കിലും 4m + 1 ഫോമിൽ എഴുതാനായിട്ട് പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ ഡിയും ശരിയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ചോദ്യം, ശ്രേണി പൂർത്തിയാക്കാം. BJF, DKH, FMJ, HPN. നമ്മുടെ ബി വെച്ച് നോക്കിയാൽ ബി കഴിഞ്ഞിട്ട് BCD രണ്ടാമത്തെ ലെറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. DEF രണ്ടാമത്തെ ലെറ്റർ ആണ് എഫ് എന്ന് പറയുന്നത്. GH രണ്ടാമത്തെ ലെറ്റർ ആണ് എച്ച് എന്ന് പറയുന്നത്. ജെ നോക്കിയാൽ ജെ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ലെറ്റർ ആണ് കെ കഴിഞ്ഞിട്ട് KLM രണ്ടാമത്തെ ലെറ്റർ ആണ് NOP മൂന്നാമത്തെ ലെറ്റർ ആണ് പി. അങ്ങനെയാണെങ്കിൽ
ഫസ്റ്റ് ലെറ്റർ രണ്ട് വീതമാണെങ്കിൽ HIJ. സോ IJ ജെ വരും. ദെൻ പി കഴിഞ്ഞിട്ട് 1, 2, 3 നാലാമത്തെ ലെറ്റർ പി, MNOP. QRS ടി ആയിരിക്കും നാലാമത്തെ ലെറ്റർ, JS. ദെൻ അടുത്ത നോക്കിയേ, ഇനി മൂന്നാമത്തെ ലെറ്റർ വെച്ച് നോക്കിയാൽ JEF GH +2, HIJ +2, JKL +2. അങ്ങനെയാണെങ്കിൽ LMN. സോ എന്ത് വരും? ഒരു മിസ്റ്റേക്ക് വരും. PQRS ടി. നാലാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ടി ആണ് വരേണ്ടത്. ടി ആണ് വേണ്ടത്. കാരണം പി കഴിഞ്ഞിട്ട് നാലാമത്തെ ലെറ്റർ PQRS ടി, നാലാമത്തെ ലെറ്റർ JTN. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. അടുത്തത് 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എത്ര? സോ ബേസിക്കലി 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം. സോ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ ഈക്വൽ ടു 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അതിനുള്ളിൽ കൊള്ളാവുന്ന വൃത്തം, ആ വൃത്തത്തിന്റെ പരപ്പളവ്. സോ ആ വൃത്തത്തിന്റെ പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു സ്ക്വയറിന്റെ ഈ ഒരു സൈഡിന്റെ നീളം 4 ആണെങ്കിൽ അതിനുള്ളിൽ കൊള്ളുന്ന സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 വരും. അതിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ എന്ത് വരും? πr². ദാറ്റ് ഈസ് 22/7 into 2 into 2, because r² mean 2 into 2. So 22 into 4 44, 44 into 2 88, 88 divided by 7 എന്ന് കിട്ടും. സോ എന്ത് കിട്ടും? 12 7 84, റിമൈൻഡർ 4 എന്ന് കിട്ടി. സോ 0 കൊടുത്തു. സോ 7 5 35, 12.5. സോ 12.56 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 86 + 52 5 ആയാൽ 63 + 72 8 ആയാൽ 83 + 72 എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 86 8 6 തമ്മിലുള്ള വ്യത്യാസം 2, 52 5 തമ്മിലുള്ള വ്യത്യാസം 3, ഇത് രണ്ടും കൂട്ടിയാൽ 5 കിട്ടി. 63 6 3 തമ്മിലുള്ള വ്യത്യാസം 3, 7 2 തമ്മിലുള്ള വ്യത്യാസം 5, 5 3 കൂട്ടിയാൽ 8 കിട്ടി. 83 8 3 തമ്മിലുള്ള വ്യത്യാസം 5, 7 2 തമ്മിലുള്ള വ്യത്യാസം 5, 5 5 കൂട്ടിയാൽ 10 കിട്ടി. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ബോഡ്മാസ് റൂളിന്റെ വലിയൊരു എക്സ്റ്റൻഷൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ബട്ട് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 34 പിന്നെ ഒരു ബ്രാക്കറ്റ് ഡിവിഷൻ, പിന്നെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ കുറെ കാൽക്കുലേഷൻ. ബോഡ്മാസ് റൂൾ അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. ദാറ്റ് ഈസ് ബോഡ്മാസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇന്നർ ബ്രാക്കറ്റിനെ ആദ്യം സോൾവ് ചെയ്യണം. ഇനി ഇന്നർ ബ്രാക്കറ്റ് എടുത്താൽ ഇന്നർ ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സോ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. സോ 18 ഡിവൈഡ് ബൈ 9 2 കിട്ടി. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 2 × 3 6 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 17 - 6 + 2 - 3. കറക്റ്റാ? ഇനിയിപ്പോ നോക്കിയേ, -6 - 3 -9, -9 + 2 -7. സോ 17 - 7 10. സോ ഈ ബ്രാക്കറ്റിനുള്ളിൽ മൊത്തം ഉള്ളത് നമുക്ക് 10 എന്ന് കിട്ടി. പിന്നെ ബാക്കി എന്തുണ്ട്? 10 ഉണ്ട്. കറക്റ്റാ? പിന്നെ ഇവിടെ ഒരു ഈ ബ്രാക്കറ്റിൽ, അതായത് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 20 ഡിവൈഡ് ബൈ 5 ഉണ്ട്. 20 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4 പ്ലസ്. കേട്ടാൻ? സോ അപ്പൊ എന്ത് വരും? 4 + 10 + 10. സോ 10 + 20 24. വെളിയിൽ എന്തുണ്ട്? 34 നിന്ന് 24 കുറയ്ക്കണം. 34 24 കുറയ്ക്കുമ്പോൾ 10 കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ആദ്യം നമ്മൾ ഇന്നർ ബ്രാക്കറ്റ് ചെയ്തു. ഇന്നർ ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, 18 ഡിവൈഡ് ബൈ 9. അപ്പൊ നമുക്ക് 2 കിട്ടി. പിന്നെ അതിനുള്ളിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ ശേഷം അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്ത് നമ്മൾ ആ കേർലി ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ നോക്കി. സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു രണ്ട് അഡീഷൻ ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 34 കുറച്ചു. ക്ലിയർ ആ? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. നെക്സ്റ്റ് x - 1/x = 3 ആയാൽ x ≠ = 0 ആണെങ്കിൽ x⁴ + 1/x⁴. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷൻ അത് വരുന്നതാണ്. സോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ബട്ട് അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ x - 1/x എന്ന് പറയുന്നത് a ആണെങ്കിൽ, x - 1/x എന്ന് പറയുന്നത് a ആണെങ്കിൽ x² + 1/x² എന്ന് പറയും. x² + 1/x² എന്ന് പറയുന്നത്
എ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. അതേപോലെ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ് പ്ലസ് 3a ആയിരിക്കും. എ ക്യൂബ് പ്ലസ് 3a ആയിരിക്കും. അതുപോലെ എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4 എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4 എന്ന് പറയുന്നത് എ റൈസ് ടു 4 പ്ലസ് 4a സ്ക്വയർ പ്ലസ് 2. ഇനി എക്സ് റൈസ് ടു 5 മൈനസ് 1/x റൈസ് ടു 5 എന്ന് പറയുന്നത് എ റൈസ് ടു 5 പ്ലസ് 5a ക്യൂബ് പ്ലസ് 5a ആയിരിക്കും. ഇവിടെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പവഴിയുണ്ട്. ഫോർ എക്സാമ്പിൾ എയുടെ പവർ 2 വീതമാണ് കുറയുന്നത്. കാരണം എ സ്ക്വയർ പിന്നെ എ റൈസ് ടു 0 1, എ ക്യൂബ് എ റൈസ് ടു 1, എ റൈസ് ടു 4 ദെൻ എ റൈസ് ടു 2, പിന്നെ എ റൈസ് ടു 2 പിന്നെ എ റൈസ് ടു 0. കറക്റ്റാ? ഇവിടെ നമ്മൾ നോക്കിയേ എ റൈസ് ടു 5 എ ക്യൂബ് എ. സോ 2 വീതമാണ് പവർ കുറയുന്നത്. എയുടെ ഏതാണോ പവർ അതാണ് അടുത്ത കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ എ സ്ക്വയർ നെക്സ്റ്റ് കോഎഫിഷ്യന്റ് എ ക്യൂബ് നെക്സ്റ്റ് കോഎഫിഷ്യന്റ് 3, ദെൻ എ റൈസ് ടു 4 നെക്സ്റ്റ് കോഎഫിഷ്യന്റ് 4, എ റൈസ് ടു 5 നെക്സ്റ്റ് കോഎഫിഷ്യന്റ് 5. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് റൈസ് ടു 4 1/x റൈസ് ടു 4 ആണ്. എക്സ് റൈസ് ടു 4 1/x റൈസ് ടു 4 ആണ്. എന്ന് പറയുന്നത് എന്താണ്? എ റൈസ് ടു 4 പ്ലസ് 4a സ്ക്വയർ പ്ലസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 3 ആണെങ്കിൽ 3 റൈസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 2. സോ 3 റൈസ് ടു 4 എന്ന് പറയുന്നത് 3 9 27 81, 81 പ്ലസ് 4 ഇൻറ്റു 9 36, 36 പ്ലസ് 2 അപ്പൊ 81 പ്ലസ് 38 എന്ന് കിട്ടും. കറക്റ്റാ? 81 പ്ലസ് 38 എന്ന് കിട്ടും. അതായത് 119. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രോഗ്രസിന്റെ കോഡ് OQ QS NP FH QS DF RT. ദെൻ കൈറ്റിന്റെ കോഡ് എന്താണ്? സോ ഇത് കാണുമ്പോൾ വലിയ കോഡായിട്ടൊക്കെ തോന്നും. വളരെ സിമ്പിൾ ആണ്. പിക്ക് മുമ്പുള്ള ലെറ്റർ O, പി കഴിഞ്ഞ ലെറ്റർ Q, OQ. ആറിന് മുമ്പുള്ള ലെറ്റർ Q, ആറിന് ശേഷം വരുന്ന ലെറ്റർ S. ഇതാണ് റിപ്പീറ്റഡ് ആയി വന്നിരിക്കുന്നത്. മൊത്തം നോക്കിയാൽ ഇവിടെ S നോക്കിയേ, എസിന് മുമ്പുള്ള ലെറ്റർ R, എസിന് ശേഷം വരുന്ന ലെറ്റർ T. സോ RT ആയിരിക്കും എസിന്റെ കോഡ്. അങ്ങനെയാണെങ്കിൽ കൈറ്റ് എടുത്താൽ എന്ത് വരും? കൈറ്റ് എടുത്താൽ എന്ത് വരും? കെക്ക് മുമ്പുള്ള ലെറ്റർ J, കെക്ക് ശേഷം വരുന്ന ലെറ്റർ L, ഐക്ക് മുമ്പുള്ള ലെറ്റർ H, ഐക്ക് ശേഷം വരുന്ന ലെറ്റർ J, ദെൻ ടിക്ക് മുമ്പുള്ള ലെറ്റർ S, ടി കഴിഞ്ഞ് വരുന്ന ലെറ്റർ U, ഇക്ക് മുമ്പുള്ള ലെറ്റർ D, ഇ കഴിഞ്ഞ് വരുന്ന ലെറ്റർ F. അപ്പൊ കോഡ് എന്ത് വരും? JLH JSU-DF. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും അത്യാവശ്യം നല്ല നിലവാരം പുലർത്ത ചോദ്യങ്ങളായിരുന്നു. ചോദ്യങ്ങളുടെ മുഴുവൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.